ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന ചില നേതാക്കന്മാർ കൃത്യമായ മതരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറുന്നു സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞാൽ യോജിക്കുമോ വിയോജിക്കുമോ? അത് യോജിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 2014 ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഹിന്ദുത്വ സെൻറ്റേഡായി. അപ്പോൾ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഹിന്ദുത്വമായി മാറി എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പ്ലേസ് ചെയ്യപ്പെട്ടു. ആ കാലഘട്ടത്തിലാണല്ലോ ഗോദ്ര കലാപം നടക്കുന്നത്. ഗോദ്ര കലാപത്തിൻ്റെ പേരിൽ വലിയ വിവാദമുണ്ടായി. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിനെ വേട്ടയാടാൻ തുടങ്ങി. മരണത്തിൻ്റെ വ്യാപാരി എന്നാണ് സോണിയാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അത്തരൊരു വിശേഷണം പണ്ട് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ഈ നാസികളെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് അന്നൊരു ഡോക്ടറെ വിശേഷിപ്പിക്കുന്നത് മരണത്തിൻ്റെ മാലാഖ എന്നായിരുന്നു. ആളുകളെ കുത്തിവെച്ച് കൊല്ലുന്നൊരു ഡോക്ടറെ. അത് കടമെടുത്തായിരിക്കും സോണിയാഗാന്ധി അങ്ങനെ പറഞ്ഞത്. എന്തായാലും ശരി, ഇന്ത്യയിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും ഹിന്ദുത്വത്തിൻ്റെ വക്താവായി ഇദ്ദേഹത്തിനെ പ്രതിഷ്ഠിച്ചു, നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ നരേന്ദ്രമോദിക്ക് വലിയൊരു അംഗീകാരമാണ് സത്യത്തിന് ഇവർ കൊടുത്തത്. കാരണം ഹിന്ദുക്കളെ ഒരു വക്താവിനെ നോക്കിയിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ വക്താവിനെ ഇവർ കൊണ്ട് കൊടുത്തത്. അങ്ങനെ 2014 നടന്ന തിരഞ്ഞെടുപ്പിൽ 282 വോട്ട് വാങ്ങിച്ച് സീറ്റ് വാങ്ങിച്ച് BJP അധികാരത്തിൽ വന്നു. 44 സീറ്റിലേക്ക് ഈ കോൺഗ്രസ് മതേതരത്വത്തിൻ്റെ കോൺഗ്രസ് മാറി എന്ന് പറയുമ്പോൾ ഹിന്ദുത്വം യഥാർത്ഥത്തിൽ ഫോക്കൽ പോയിൻ്റ് ആകുന്നത് 2014 പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 2019 വന്നപ്പോൾ 303 സീറ്റായിട്ട് അത് വർദ്ധിപ്പിച്ചു. പിന്നെ 2025 ഇലക്ഷൻ അത് വേറൊരു ലെവലിൽ നമ്മൾ കണ്ടാൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുത്വം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റായി മാറി എന്ന താങ്കളുടെ അഭിപ്രായം നമ്മൾ സമകാലിക രാഷ്ട്രീയം പഠിച്ചാൽ നിരീക്ഷിച്ചാൽ വ്യക്തമാണ്. മമതാ ബാനർജി ഇപ്പോൾ ഒരു അമ്പലം പണിതിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? കാരണം അവർ എല്ലാ കാലത്തും ഹൈന്ദവ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ നഖശിഖാന്ത് എതിർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എതിർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. അവർ പോലും ഒരു അമ്പലം പണിയുന്നത് സം സോർട്ട് ഓഫ് എ ബാലൻസിങ് അവിടെ കാണാൻ അല്ലെങ്കിൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ചില റീഡിങ് വരുന്നുണ്ട്. യോജിക്കുന്നു? അത് യോജിക്കാതിരിക്കാനൊക്കില്ല. കാരണം വെച്ചാൽ മമതാ ബാനർജി അവിടെ ചെയ്യുന്നത് 20 ഏക്കർ സ്ഥലത്ത് 250 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്നാണ് മുടക്കി ജഗന്നാഥ ക്ഷേത്രം പണിയുകയാണ്. ദീഘ എന്ന് പറയുന്നൊരു കടപ്പുറമുണ്ട്, കടൽത്തീര ഗ്രാമമാണ്. അവിടുന്ന് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറി. അവിടെയാണ് ഈ ജഗന്നാഥ ക്ഷേത്രം പണിയുന്നത്. എന്ന് പറഞ്ഞാൽ BJPയുടെ കയ്യിൽ ശ്രീരാമനുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ജഗന്നാഥനുണ്ട് എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ഒരു നിലപാട്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ബംഗാൾ പൊളിറ്റിക്സിൽ വന്ന ഒരു വലിയ മാറ്റം മനസ്സിലാക്കണം. 33 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ബംഗാളാണ്. അവിടെ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന അവിടുത്തെ മുസ്ലിം വോട്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ അവർക്കെല്ലാം പൗരത്വം കൊടുത്ത് ബംഗാളിൽ അവരെ താമസിപ്പിച്ചു. അതിനകത്ത് റോഹിംഗ്യൻ അഭയാർത്ഥികൾ വരെ ഉണ്ടായിരുന്നു, അവർക്കെല്ലാം കൊടുത്തു. ഇവരൊരു വോട്ട് ബാങ്കായിരുന്നു, CPMൻ്റെ വോട്ട് ബാങ്കായിരുന്നു. അത് ഏകദേശം അങ്ങനെയൊക്കെ കൊണ്ട് നടന്നു. പക്ഷേ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം ഒന്നും അവിടെ വർദ്ധിച്ചില്ല. ഇവരുടെ വോട്ട് ബാങ്കായിട്ട് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആദ്യം ഒരു പ്രശ്നം വരുന്നത് നന്ദിഗ്രാമിലും സിംഗൂരിലുമാണ്. അവിടെ കർഷകരെ ഒഴിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അതിനകത്തൊരു ഭാഗം മുസ്ലിങ്ങളായിരുന്നു. അവരത് റെസിസ്റ്റ് ചെയ്യുകയും ഗവൺമെൻറ് നടപടിയെടുത്തപ്പോൾ കുറച്ച് ആളുകൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് കുറേ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരതൊരു മതപരമായൊരു വിഷയമായിട്ട് എടുത്തു, ഗവൺമെൻറ്റിനെതിരായിട്ട് മാറി. അപ്പോൾ 2 തരത്തിൽ അത് CPMനെ പ്രതികൂലമായിട്ട് ബാധിച്ചു. 33 വർഷം ഭരിച്ച് ഈ പ്രാദേശിക പാർട്ടി നേതാക്കന്മാരെ അഴിമതിയും അക്രമവും കാണിച്ച് അങ്ങ് വഷളായി നിന്നൊരു സ്റ്റേറ്റാണ് ബംഗാൾ. പക്ഷേ സ്റ്റേറ്റ് ലീഡേഴ്സ് പൊതുവേ നല്ല ലീഡേഴ്സായിരുന്നു. അവിടെ കറപ്ഷൻ മേളിലായിരുന്നില്ല, മറിച്ച് താഴെ തട്ടിലായിരുന്നു. ഇപ്പോൾ ജ്യോതി ബസുവോ അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയോ അല്ല ബിമൻ ബോസോ ഒന്നും ഒരിക്കലും ഒരു കറപ്ഷനുള്ള ആളുകളല്ല. പക്ഷെ കറപ്ഷൻ മുഴുവൻ താഴെയായിരുന്നു. ജനങ്ങളുമായിട്ട് അവരല്ലേ ബന്ധപ്പെടുന്നത്. അങ്ങനെ അവസാനം പരിതാപകരമായ അവസ്ഥയിലെത്തി. ഇപ്പോഴും ഒരു മെമ്പർ പോലും CPMന് ബംഗാൾ നിയമസഭയിൽ ഇല്ലാത്ത സ്ഥിതിയായി. അപ്പം മമതാ ബാനർജിക്ക് ഒരു കാര്യം മനസ്സിലായി, എപ്പോൾ വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യപ്പെടാം. ഇന്നലെ വരെ CPMന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം വോട്ട് CPMന് നഷ്ടപ്പെടാൻ ഒരു നന്ദിഗ്രാമം സിംഗൂരും അല്ലേ വേണ്ടി വന്നുള്ളൂ. അപ്പം മമതാ ബാനർജിയും ധീരമായൊരു നിലപാടുമായിട്ടൊക്കെ പോയാൽ അവർക്കും അത് നഷ്ടപ്പെടാം. അപ്പോൾ അധികാരം നിലനിർത്തണമെങ്കിൽ ഹിന്ദു വോട്ടും കൂടെ നിർത്തിയേ മതിയാകൂ എന്ന് മമതാ ബാനർജിക്ക് മനസ്സിലായതിൻ്റെ ഭാഗമാണ്
ഈ പണം സർക്കാരിൽ നിന്ന് മുടക്കി. അയോധ്യ ക്ഷേത്രം സർക്കാരിൻ്റെ പണമല്ല. UP സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരും അയോധ്യ ക്ഷേത്രത്തിൽ ഒരു രൂപ മുടക്കിയിട്ടില്ല. പക്ഷേ ഇത് ബംഗാളിലെ സർക്കാർ തന്നെ പണം മുടക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതിന് പക്ഷേ അവരൊരു കാര്യം ചെയ്തു. അവരൊരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊരു കൾച്ചറൽ സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ ചെയർമാൻ. അങ്ങനെയാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. അപ്പം ബംഗാൾ പൊളിറ്റിക്സ് അന്വേഷണം അറിയാമല്ലോ. ഒരു ബംഗാളി ഭദ്രലോകമുണ്ട്. അവർക്കൊരു ബംഗാളിൻ്റെ ഒരു ദേശീയത, അവരുടെ ഒരു സങ്കല്പമുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ റാഷ് ബിഹാരി ബോസ്, ഒരു ബംഗാളി എന്ന് പറയുന്നത് അവരതിനകത്ത് അഭിമാനിക്കുകയും ഒരു വലിയ പരിധിവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ന്യൂക്ലിയസ് സെൻറ്റർ ബംഗാളായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നാടാണ്, വിവേകാനന്ദൻ്റെ നാടാണ്, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാടാണ്. അപ്പോൾ അതൊന്നും മോശമായിട്ട് പറയാൻ പറ്റുകയില്ല. എന്നാൽ അവരെ അംഗീകരിച്ചേ പറ്റുതാനും. ആ ഒരു ബംഗാളി ഭദ്രലോക ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ബംഗാളി എന്ന ബോധമായിരുന്നു. അതുകൊണ്ടാണ് ജ്യോതി ബസു എപ്പോൾ പോകുമ്പോഴും ആ ബംഗാളി സ്റ്റൈലിലെ ഡ്രസ്സ് ധരിക്കുമായിരുന്നു. മുണ്ടൊക്കെ കൊടുക്കുന്ന അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം, ജ്യോതി ബസുവിൻ്റെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി ഉണ്ടെന്ന് സുഭാഷ് ചക്രവർത്തി. എൻ്റെ ഓർമ്മ അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നെന്നാണ്. എന്തായാലും അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി നേരിട്ട് പുള്ളി കയറി അങ്ങ് പൂജ നടത്തി. ബ്രാഹ്മണനാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ വെളി വന്ന പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ സ്റ്റേറ്റിലെ മന്ത്രിയല്ലേ, നിങ്ങളൊരു അമ്പലത്തിൽ കയറി ഇങ്ങനെ പൂജ ചെയ്യാം, തൊഴുന്നൊക്കെ മനസ്സിലാക്കി പൂജ ചെയ്യാം. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായ മറുപടി പറഞ്ഞു, ഞാൻ ആദ്യം ഒരു ബ്രാഹ്മണന്, രണ്ടാമതൊരു ഹിന്ദു, മൂന്നാമതൊരു കമ്മ്യൂണിസ്റ്റുമാണ്. ഇത് വലിയ വിവാദമായി. ഇപ്പം ജ്യോതി ബസുവിനോട് പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ സുഭാഷ് ചക്രവർത്തി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ജ്യോതി ബസു പറഞ്ഞു, സുഭാഷ് ചക്രവർത്തി നന്നായിട്ട് തമാശ പറയുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയില്ലേ, അദ്ദേഹം ഒരു തമാശ പറഞ്ഞത് നിങ്ങൾ ഇത്രയും വലിയ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ നയനാർ സ്റ്റൈലിൽ അദ്ദേഹം അങ്ങ് തലി ഉരുക്കും. ഞാൻ പറഞ്ഞത് ബംഗാളിൻ്റെ ഒരു സ്ഥിതി പറയുക. അപ്പോൾ ബംഗാളിലെ മമതാ ബാനർജിക്ക് സ്ഥിരമായൊരു ഭരണം വേണം, വിജയം നേടണമെങ്കിൽ ബംഗാളിലെ ഹിന്ദുക്കളെയും ചേർത്ത് നിർത്തിയേ മതിയാകൂ. അതിന് ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. പൊളിറ്റിക്കലി അവർ കാണുന്നൊരു സ്ട്രാറ്റജി അതാണ്. പക്ഷേ ഈ പരമ്പരാഗതമായി കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൊണ്ടാണ് മമത അധികാരം പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പുതിയ ഹൈന്ദവ ക്ഷേത്രം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അതൃപ്തി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു മത ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയധികം കാശ് മുടക്കണമെന്നുള്ള ചോദ്യങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നതായിട്ടാണ് നോർത്ത് ഇന്ത്യൻ റിപ്പോർട്ട്സ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ കയ്യിലിരുന്നത് പോവുകയും ചെയ്തു, കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിരുന്നത് കിട്ടിയതുമില്ല എന്നുള്ളൊരവസ്ഥ മമതയ്ക്ക് വരുത്തുമോ? അതിൻ്റെ രസകരമായൊരു കാര്യമുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി വരുന്ന ഈ വഴിപാട് കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. അതിൻ്റെ നമ്മൾ വഴിപാട് കൊടുക്കുന്നുണ്ട്, ഉണ്ണിയപ്പം, കൊട്ടാരക്കര ഗണപതിക്കൊക്കെ കൊടുക്കുന്നവർ. ഇത്തരം ക്ഷേത്രത്തിൽ വരുന്ന വഴിപാടുകൾ ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റ് മുസ്ലിങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ബാലൻസ്ഡ് ആയി. അവർ കൊച്ചു കൊച്ചു കുടിൽ വ്യവസായം ഉണ്ടല്ലോ. രണ്ട്, ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും കയറാം, മുസ്ലിങ്ങൾക്കും കയറാം. അപ്പോൾ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടിയാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. വലിയ ഡാമേജിംഗ് ഒന്നും ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു തീരുമാനം. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും അത്യാവശ്യം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ്. മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ BJPയുടെ ഒരു ഈറ്റില്ല, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ഒരു അല്പമെങ്കിലും ക്ലച്ച് പിടിക്കാൻ സാധിച്ചൊരു സ്ഥലം കർണാടകമാണ്. ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കന്നഡ നാട് പോയി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ DK ശിവകുമാർ ഇഷ ഫൗണ്ടേഷൻ ആസ്ഥാനത്ത് വന്നത് ഈ അടുത്തിടെ വാർത്തകളുണ്ടായിരുന്നു. അതിനെ മേൽപ്പറഞ്ഞ ഘടകവുമായി ബന്ധമില്ല, എന്നിരുന്നാൽ പോലും അങ്ങനെ തീരെ ബന്ധമില്ല എന്ന് പറയാനും സാധിക്കില്ല എന്ന ചില റീഡിങ്സ് വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, കർണാടക പൊളിറ്റിക്സ് പണ്ടും ഹിന്ദുത്വ സെൻറ്റേഡാണ്. കാരണം രണ്ട് സമുദായങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഗോക്കലിംഗരും അതുപോലെ തന്നെ ലിംഗായത്തുകളും. അവരാണ് ഇവരുടെ മഠാധിപതികളാണ് ഈ പണ്ടും അവിടെ കാര്യങ്ങൾ. അത് യെദ്യൂരപ്പ വന്നപ്പോഴും അത് തന്നെ, അതല്ലെങ്കിൽ ശിവകുമാർ വരുമ്പോഴും അതൊക്കെ തന്നെ. അപ്പോൾ ശിവകുമാർ സിദ്ധരാമയ്യയുമായിട്ടൊരു അകൽച്ചയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോഴാണ് ഇഷ ഫൗണ്ടേഷൻ്റെ ഒരു ഇൻവിറ്റേഷൻ വരുന്നത്. ശിവകുമാറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷായും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരോടാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ചടങ്ങിൽ പങ്കെടുത്തവരോട് അവർ കൊടുത്തൊരു സന്ദേശം, അതും ഒരു ഹിന്ദുത്വത്തിൻ്റെ സന്ദേശമാണ്. അപ്പം കർണാടകത്തിലൊരു ഹിന്ദുത്വ രാഷ്ട്രീയം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കടുത്ത ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട്. അത് രണ്ട് ഹിന്ദു മതവിഭാഗങ്ങൾ തമ്മിൽ, ഹിന്ദു സമുദായ വിഭാഗങ്ങളല്ല, മതവിഭാഗമല്ല, സമുദായ വിഭാഗങ്ങൾ തമ്മിൽ, ഈ ഗോക്കലിംഗയും ലിംഗായത്തും തമ്മിലുള്ളത്. അത് കർണാടകത്തിൽ ഓൾറെഡി ഉള്ളതാണ്. ഈ ഹിന്ദുക്കളെ കൂടുതലായിട്ട് പാമ്പർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി BJP അല്ലെങ്കിൽ യെദ്യൂരപ്പ നിൽക്കുമ്പോൾ മറുഭാഗത്തുള്ള വലിയൊരു വിഭാഗത്തിന് ഒരു ഏക ആശ്രയം, അല്ലെങ്കിൽ അവർക്കൊരു പൊളിറ്റിക്കൽ ബദലായിട്ടാണ് കോൺഗ്രസിനെ അവർ കണ്ടിരുന്നത്. ഇപ്പോൾ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയൊരു സംവിധാനം, അല്ലെങ്കിൽ പുതിയൊരു എക്കോസിസ്റ്റം അവിടെ ഫോം ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകൾ അവിടെ ഒരു ചോർച്ച ഉണ്ടാകില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ?
അല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ 2 തരത്തിലുള്ള ഹിന്ദുത്വത്തിൻ്റെ ഈ വളർച്ച നമ്മളൊന്ന് ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ തീവ്ര ഹിന്ദുത്വവും മൃദു ഹിന്ദുത്വമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം മാറുകയാണ്. DK ശിവകുമാർ മൃദു ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ കുറിച്ച് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ഒരു പരാതി ഇവർ മൃദു ഹിന്ദുത്വമുള്ള ആളുകളാണെന്നാണ്. അതിലേക്ക് ഒരു ഷിഫ്റ്റ് വരികയാണ്. അപ്പോൾ മൃദു ഹിന്ദുത്വമായാലും ശരി, തീവ്ര ഹിന്ദുത്വമായാലും ഫോക്കൽ പോയിന്റ് ഹിന്ദുത്വമല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 2014 ഹിന്ദുത്വത്തിനെ കൊണ്ടുവന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്ലേസ് ചെയ്തു. അതിൽ നിന്ന് ഉടനെ ഒരു തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നേ മൃദു ഹിന്ദുത്വം വരും, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം വരും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുമാത്രമല്ല, തൊട്ടടുത്ത് പിന്നെ തമിഴ്നാട്ടിലെ തമിഴ് ഭാഷാബോധം, തമിഴ് കൾച്ചർ, ദ്രാവിഡ സംസ്കാരം, അതൊക്കെയായിരുന്നല്ലോ അവരുടെ ഒരു നിലപാട്. ഇപ്പോൾ അവിടെ ഒരു മുരുക സമ്മേളനം വിളിച്ചുകൂട്ടി. ഗംഭീരമായ വരവേൽപ്പാണ്, ഗംഭീരമായ വരവേൽപ്പാണ് കിട്ടിയിരിക്കുന്നത്. താങ്കൾക്ക് എന്താ തോന്നുന്നത്? അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം വരാനിരിക്കുകയായിരുന്നു. അതായത് തമിഴ്നാട് പോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഇത്രയധികം ശക്തമായ ഒരു വേരോട്ടമുള്ള ഒരു മണ്ണിൽ ഇത്രയധികം ഹിന്ദുക്കളെ എങ്ങനെ അവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ സംഘാടകർക്ക് പോലും ഒരു സംശയമാണെന്നാണ് കേൾക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, തമിഴ്നാട് ഇപ്പോൾ ചെന്നൈ നമ്മളെടുത്താലേ, പിന്നെ ചെന്നൈ മദ്രാസ് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ തമിഴന്മാരല്ല, തെലുങ്കന്മാരാണുള്ളത്, റെഡ്ഡിമാരാണ്. ബാംഗ്ലൂർ അങ്ങനെയാണ്. അപ്പോൾ അവരാണ് ബിസിനസ് നിയന്ത്രിക്കുന്നത്. തമിഴ്നാട് ബിസിനസ് നിയന്ത്രിക്കുന്ന അവരാണ്. പിന്നെ തമിഴ്നാടിൻ്റെ എക്കണോമി കൈകാര്യം ചെയ്യുന്ന തമിഴ് ബ്രാഹ്മിൻസാണ്. മറ്റൊന്ന്, തമിഴിലെ 2 പ്രമുഖ ഹിന്ദു വിഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് തേവരന്മാരും മറ്റൊന്ന് ഗൗണ്ടർമാരും. അവരടിയുറച്ച ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, അവരിൽ ദ്രാവിഡ ബോധത്തിൻ്റെ ഉപരിയായി ഒരു ഹിന്ദുത്വ ബോധം ഉയർത്തുക, അതാണ് അണ്ണാമല ചെയ്തത്. അതൊരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഘട്ടം ഘട്ടമായിട്ട് അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ദ്രാവിഡ ബോധം എന്ന് പറയുന്നത് അത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഭാഷയുടെ ഒരു ഇടുങ്ങിയ ചട്ടക്കൂട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രാദേശിക സംസ്കാരത്തിൻ്റെ, അതായത് തമിഴ്നാട്ടിൽ മാത്രമായിട്ട് ദ്രാവിഡ സംസ്കാരമൊന്നുമില്ല, അത് വിട്ടിത്താണ് ഇവർ പറയുന്നത്. ദ്രാവിഡ സംസ്കാരം നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടന്ന ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളം, ആന്ധ്രാപ്രദേശ് അതിൻ്റെ സംസ്കാരമാണ്, ഇന്നത്തെ തെലുങ്കാന, ഇതൊക്കെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവർ പിന്നെ കുറേ ആളുകളെ, സിനിമാ താരങ്ങളെ വെച്ച് തട്ടുപൊളിപ്പൻ ഡയലോഗൊക്കെ പറഞ്ഞ് കുറേ പാവങ്ങളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് നടക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടായി വന്നു. പിന്നെ തമിഴ്നാട്ടിലെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ വ്യവസായങ്ങൾ വന്നവിടെ. അപ്പോൾ വ്യവസായം വന്നവഴി പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൊച്ചു കൊച്ചു തൊഴിലാളികളായിരുന്നു നമ്മുടെ കേരളത്തിലെ ഈ മുടിവെട്ടുകാർ പുരുഷം അവിടെ ആയിരുന്നു, റബ്ബർ ടാപ്പിങ്ങിന് വരുന്ന ആളുകൾ, കൂലിപ്പണിക്ക് വരുന്ന. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല, അവരവിടെ കംഫർട്ടബിളാണ്. എന്തിനാണ് അവരിങ്ങോട്ട് വരുന്നത്? ഇപ്പോൾ വരുന്ന ബംഗാളിൽ നിന്നാണ്. അത് നമ്മുടെ 33 വർഷത്തെ ഭരണത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ബംഗാളിൽ നമുക്ക് ആളിനെ കിട്ടുന്നത്. ഇനി മമതയും വലിയ കാര്യമായിട്ട് വ്യത്യാസം വരുത്താത്തത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. മമത എന്ത് വ്യത്യാസം വരുന്നോ അന്ന് മമതയ്ക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് ഇന്നത്തെ ബംഗാളിലെ സ്ഥിതി. നമ്മൾ പറഞ്ഞു വന്നത് ഹിന്ദുത്വമാണെങ്കിലും അപ്പം ഘട്ടം ഘട്ടമായിട്ട് ഹിന്ദുത്വം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഈ പറയുന്ന പോലെ ഒരു ബാലൻസ്ഡ് ഫോർമുലയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കളിക്കുന്നതായിട്ട് വിലയിരുത്തി കാണുന്നത്. അതായത് അദ്ദേഹം ഒരു നിരീശ്വരവാദ ലൈൻ അല്ലെങ്കിൽ ദ്രാവിഡ തമിഴ് സെന്റിമെന്റ്സ് ഒക്കെ പറയുമ്പോൾ ഭാര്യ ഗുരുവായൂരേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ഈ ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ, അതായത് ഈ വളർന്നു വരുന്ന ഹൈന്ദവ രാഷ്ട്രീയം, തമിഴ്നാട്ടിൽ വളർന്നു വരുന്ന ഹൈന്ദവ രാഷ്ട്രീയം DMKയുടെ അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകും എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ട് ഇപ്പുറത്ത് നിരീശ്വരവാദം പറയുന്നു, അപ്പുറത്ത് ഭാര്യയെ ഗുരുവായൂർ വിടുന്നു, ആനയെ നേർച്ചയ്ക്ക് കൊടുക്കുന്നു. അത്തരം പരിപാടികളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. യോജിക്കുന്നു? തീർച്ചയായിട്ടും അത് ബാലൻസ് ചെയ്യാനാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം അവിടെ തന്നെ വരുമ്പോഴേ ഹിന്ദുത്വം എന്ന് പറയുമ്പോഴേ വിജയ് ക്രിസ്ത്യനാണ്, കൺവേർട്ടഡ് ക്രിസ്ത്യനാണ് വിജയ്. സ്റ്റാലിനും ഏതാണ്ട് ഒരു ക്രിസ്ത്യൻ പിന്നെ സ്വാധീനത്തിലുള്ള പെന്തക്കോസ്ത് ലൈനുള്ള ആളാണ്. ഇവർ രണ്ടുപേരും അങ്ങനെയാണ്. പക്ഷേ അവർക്കൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചാൽ, ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഇവർക്ക് ഇവരുടെ മതത്തിൻ്റെ, അതായത് ഒരു പെന്തക്കോസ്ത് രാഷ്ട്രീയത്തിലേക്ക് തമിഴ്നാടിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അവർക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നീ തീവ്ര ഹിന്ദുത്വത്തിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വത്തിനെ അംഗീകരിക്കുക. അല്ലാതെ ഒരു പെന്തക്കോസ്ത് രാഷ്ട്രീയമായിട്ടൊക്കെ കുറച്ച് ആളുകൾക്ക് കുറേ സ്ഥലം പതിച്ചു കൊടുക്കാനും കുറേ പേരെ കൺവേർട്ട് ചെയ്യാനും അത്തരം കാര്യങ്ങൾക്കൊക്കെ അതിനപ്പുറത്തൊന്നും തമിഴ്നാട്ടിൽ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിൽ കളിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിൽ കളിച്ചു നിൽക്കാം. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യ തുടങ്ങി ഏകദേശം തമിഴ്നാട് വരെ എത്തി. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ തിരുപ്പതിയിൽ ചെറിയ ചില പരിഷ്കാരങ്ങളൊക്കെ നായിഡു വരുത്തിയതായി കണ്ടു. അതിനെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? അല്ലാതെ ജഗ്മോഹൻ റെഡ്ഡിയുടെ കാലഘട്ടത്തിലെ വ്യാപകമായ മതപരിവർത്തനം ആന്ധ്രാപ്രദേശ് നടക്കുമായിരുന്നു. മതപരിവർത്തനം മാത്രമല്ല, അദ്ദേഹം ഉദ്യോഗങ്ങളിൽ നിയമിക്കുന്ന ആളുകളിൽ പോലും കടുത്ത വിവേചനം ജഗ്മോഹൻ റെഡ്ഡി കാണിക്കുമായിരുന്നു. പക്ഷേ ജഗ്മോഹൻ റെഡ്ഡിക്ക് മനസ്സിലാകാതെ പോയത്, ജഗ്മോഹൻ റെഡ്ഡിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തങ്ങ് ഒരു ടേക്ക് ഓൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് വളരെ കൃത്യമായി പിന്നെ അമിത്ഷായും മോദിയും കണ്ണടച്ചതുകൊണ്ടാണ്. അവർ കണ്ണടച്ച് കാത്തിരുന്നതിൻ്റെ കാര്യം, ഒരുത്തൻ്റെ തകർച്ച പൂർണ്ണമായി കഴിഞ്ഞിട്ട് കൈവച്ചാൽ മതിയല്ലോ. ഒരു കാലഘട്ടത്തിൽ, ഒരു നിർണായകമായ ഘട്ടത്തിൽ BJPയെ ചതിച്ചിട്ട് പോയ ആളാണ് ചന്ദ്രബാബു നായിഡു. ആ ചന്ദ്രബാബു നായിഡു ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്ന്
അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ചന്ദ്രബാബു നായിഡു അവിടെ ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നെ MP-മാരുടെ എണ്ണം കുറഞ്ഞു, MLA-മാരുടെ എണ്ണം കുറഞ്ഞു. ജീവിക്കണമെങ്കിൽ BJP അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോയി. അത് വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് മനസ്സിലായി ഈ ജഗ്മോഹൻ റെഡ്ഡി വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റ പിടിവള്ളിയുള്ളൂ, ഹിന്ദുത്വമാണ്. ജഗ്മോഹൻ റെഡ്ഡി ഈ കൺവേർഷനെ പിടിച്ചല്ലോ. ഇപ്പുറത്ത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹം ഹിന്ദുത്വത്തെ പിടിച്ചു. അങ്ങനെ BJP ആയിട്ട് ചേർന്ന് നിന്നു. അദ്ദേഹം ആ ഹിന്ദുത്വ ലൈനിൽ തന്നെയാണ് ആന്ധ്രയിൽ പോകുന്നത്. അവിടെ ഈ തിരുപ്പതിയിലെ കുറേയേറെ ആളുകളെ ജഗ്മോഹൻ റെഡ്ഡി നിയമിച്ച ആളുകളുണ്ടായിരുന്നു. അവർ പലരും പേര് ഹിന്ദു പേരാണെങ്കിലും തിരുപ്പതി ദേവസ്ഥയിലുണ്ടായിരുന്നു. അവരെയൊക്കെ ചന്ദ്രബാബു നായിഡു പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ അവിടെ തിരുപ്പതി ലഡുവിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായി. അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മതവികാരവുമായി ബന്ധപ്പെടുത്തി അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ആന്ധ്രയിൽ നടന്നത്. അവിടെയും ഫോക്കൽ പോയിന്റ് ഹിന്ദുത്വമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. മനസ്സിലായി. ഇപ്പോൾ എല്ലാവരും ജനാധിപത്യ മതനിരപേക്ഷം എന്നൊക്കെ പറയുന്നെങ്കിലും കൃത്യമായ മത പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രായോഗികമായ ചില കളികളാണ് ഈ പറഞ്ഞത്. ഇനി അവസാനം നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് അവസ്ഥ? ഇവിടെ അത്തരത്തിലുള്ളൊരു ഷിഫ്റ്റ് നമ്മുടെ നേതാക്കന്മാർ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിക്ക് ഇടതുപക്ഷമോ വലതുപക്ഷമോ ശ്രമിക്കാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഹൈന്ദവരെ കൂടെ നിർത്താതെ ഈ രണ്ട് പക്ഷത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ കാര്യം താങ്കൾ ചോദിച്ചല്ലോ. കേരളത്തിൽ ഈ ഷിഫ്റ്റ് ആയി കഴിഞ്ഞു. 2019 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്തൊരു ഷോക്കാണ് കിട്ടിയത്. ശബരിമല വിഷയം വന്നപ്പോൾ അവർ ധരിച്ചു വെച്ചിരുന്നത് അവരുടെ കൈവശമുണ്ടായിരുന്ന ഈഴവ വോട്ട് അവർക്ക് കിട്ടും. കാരണം ഈഴവർ കുറച്ചുകൂടെ റവല്യൂഷണറി ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു നിലപാടായിരുന്നല്ലോ ഗുരുവിനുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ വളരെ ഒരു യൂണിവേഴ്സലായ ഒരു കാഴ്ചപ്പാട് അതുപോലെ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഈഴവർ. അപ്പോൾ ഈഴവരിലൊരു ഹിന്ദുത്വ ബോധം കുറവാണ്. മറിച്ച് ശ്രീനാരായണ സന്ദേശങ്ങളിലാണ് അവർ നിൽക്കുന്നത്. അത് കുറച്ച് റവല്യൂഷണറിയാണ്. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിലേക്ക് ഈഴവ സമുദായം 27%ഉണ്ട്. 20%-ൽ ഒരു 80-90% ആളുകളെയും തങ്ങൾക്ക് മുന്നേ കൂടെ നിർത്തിപ്പോകാം. ശബരിമലയിൽ എന്തെങ്കിലും ചെയ്താൽ പോലും അവരത് പരിഗണിക്കത്തില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയില്ല, അതല്ലേ ഗുരുവിൻ്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ശബരിമല എങ്ങനെ പോയാലും അത് ഗൗരവമായിട്ട് എടുക്കില്ല എന്ന് അവർ ധരിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, ശബരിമലയ്ക്കെതിരെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഈ ഹിന്ദുക്കളെ തകർക്കാൻ അല്ലെങ്കിൽ ശബരിമലയെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ നിൽക്കും എന്നൊക്കെയാണ് പാർട്ടി വിചാരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോട്ടയിലല്ലേ തകർന്ന് തരിപ്പണമായി പോയത്. അവർക്ക് വലിയ സ്വാധീനമുള്ള ബൂത്തുകളിൽ പോയി. അപ്പോഴാണ് CPM-ന് മനസ്സിലായത് ദൈവവിശ്വാസം രൂഢമൂലമായ ഒരു സമൂഹമാണ് കേരളം. ഈഴവ കമ്മ്യൂണിറ്റിയെ അങ്ങനെ ഈ കളിക്ക് കിട്ടില്ല. അവരടിസ്ഥാനപരമായി ദൈവവിശ്വാസികളാണ്. അത് അവരെ ആ കമ്മ്യൂണിറ്റിയെ പഠിക്കാഞ്ഞുകൊണ്ട് ചെയ്തതാണ്. കാരണം ഈഴവ സമുദായത്തിന് സ്വന്തം ക്ഷേത്രങ്ങളും സ്വന്തം പിന്നെ കാര്യങ്ങളുമൊക്കെ അവർക്ക് അവിടെ ഉണ്ട്, ആഘോഷങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതാണ് അവർ അതിലേക്ക് പോയത്. ഇവിടെ വന്ന പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 കിട്ടിയ ഒരു അടിയിൽ നിന്ന് അങ്ങോട്ട് മോചനം കിട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഹിന്ദുക്കൾ ഘട്ടം ഘട്ടമായിട്ട് പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി അകന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള കുഴപ്പം എവിടെയെന്ന് ചോദിച്ചാൽ ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് അവർ മതത്തിനത് ജാതിക്ക് അതീതമായിട്ട് ചെയ്യുന്ന വോട്ടാണ്. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ജാതി ഈഴവർക്കൊരു പ്രശ്നമേ അല്ല. അവർ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം വളർന്നു വന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ഈഴവ സമുദായം കൊടുത്ത ഒരു വിശ്വാസം എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസായിട്ട് അവരെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടിക്ക് ഈ തെറ്റുപറ്റിയത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 3 ലക്ഷം വോട്ട് ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ പിടിച്ചപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വലിയ ഒരു സംഘർഷത്തിലാണ്. കോൺഗ്രസും വ്യത്യസ്തമല്ല മനുഷ്യ. എന്താ കാര്യം വെച്ചാൽ കോൺഗ്രസ് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്ന് ഭയക്കുന്ന ആളാണ്. എന്താ കാര്യം? അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായൊരു UDF ഗവൺമെൻറ് ആയിരിക്കും കേരളത്തിൽ വരുന്നത്. എനിക്ക് രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് മര്യാദയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാ പൗരന്മാരാണ് നമ്മളെല്ലാവരും. കോൺഗ്രസ് 2026 വരുന്നു. VD സതീശനോ രമേശ് ചെന്നിത്തലയോ AC വേണുഗോപാലോ ആരുമായിക്കോട്ടെ, ശശി തരൂർ ഒഴിച്ചുള്ള ആരുമായിക്കോട്ടെ മുഖ്യമന്ത്രി. അഡമൻ്റായിട്ട് സ്റ്റാൻഡ് എടുക്കാൻ ശശി തരൂരിനെ പറ്റുള്ളൂ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ മുഖ്യമന്ത്രി. അവരുടെ മുഖ്യമന്ത്രിയുടെ വലത് ഭാഗത്ത് മുസ്ലിം ലീഗും ഇടത് ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ് നിൽക്കുന്നത്.
ലീഗിനെ നമുക്ക് മനസ്സിലാക്കാം. ലീഗ് എത്രയോ പ്രാവശ്യമായിട്ട് നമ്മുടെ അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഒരു പരിമിതമായ ജനാധിപത്യ ബോധം അവർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. കടുത്ത തീവ്രവാദം ഒരിക്കലും മുസ്ലിം ലീഗ് കേരളത്തിൽ പറഞ്ഞിട്ടില്ല, ഒരിക്കലും തീവ്രവാദം അവർ പറഞ്ഞിട്ടില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ സതീശനെടുത്തൊരു നിലപാട് കണ്ടില്ലേ? നമ്മുടെ സൂംബ ഡാൻസ് വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഹമാസിനെ പിന്താങ്ങാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൽ വന്നാൽ അവർക്ക് അവരുടെ അജണ്ടയുണ്ട്, അത് നടപ്പിലാക്കാനാണ് ആ ഗവൺമെൻറ് നോട്ട് ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന് അപരിഹാര്യമായ നഷ്ടമായിരിക്കും 2026 UDFൻ്റെ ഒരു ഗവൺമെൻറ് വന്നാൽ എന്ന് ആശങ്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായി. അതായത് പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തെ ഫേവർ ചെയ്യുന്ന നയസമീപനങ്ങളിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പോകുന്നുണ്ടെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാണുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അത് കേരളത്തിലെ, അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇപ്പോൾ ഹമാസിനെതിരായ നിലപാടല്ലേ ശശി തരൂർ സ്വീകരിച്ചത്. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് അയാൾ പറഞ്ഞല്ലോ ഹമാസ് തീവ്രവാദികളാണ്. ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പാലസ്തീൻ്റെ പ്രശ്നം വേറെയാണ്, ഹമാസിൻ്റെ പ്രശ്നം വേറെയാണ്. എത്ര കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. സൂംബ ഡാൻസിൽ പോലും തീരുമാനമെടുക്കാൻ സതീശന് പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അത്. മതമൗലികവാദവും തീവ്രവാദവും അതിശക്തമായി കേരളത്തിൽ വേരോടാൻ പോകുന്നത് UDF 26 അധികാരത്തിൽ വന്നാണ്. എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരിധിവരെ അവരുടെ രാഷ്ട്രീയം നേടാനായിട്ട് ഇതൊക്കെ ചെയ്യുമെങ്കിലും തീവ്രവാദത്തെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ കണ്ണുമടച്ചങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞാൽ തന്നെ തകർന്നു പോകും. അതുകൊണ്ടാണ് മന്ത്രിയാകണം, പിന്നെ ഭരണ തുടർച്ചയൊക്കെ വേണം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ കോൺഗ്രസ് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അപകടമാണ് അത്. കേരളത്തിലെ ഒരുപാട് ആളുകൾ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണത്. മനസ്സിലായി. ചുരുക്കത്തിൽ മതമാണ് പ്രധാനം, മതേതരം എന്നൊക്കെ പറയുന്നത് വെറും ഒരു സങ്കല്പമാണ് എന്ന് സാരം. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാമെന്ന് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.